നെഗറ്റീവ് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇല്ലാത്ത കുറെ തെണ്ടിത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, അതിൽ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അഗേൻസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഹെൽനോസ് പാട്ടയും ജാസിയും തമ്മിലുള്ള ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഹെൽനോസ് പാട്ട ഇപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസി ഹെൽനോസ് പാട്ടയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വലിയൊരു അലിഗേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് പുള്ളിക്കാരിയുടെ പ്രൊഫൈലിൽ കൂടെ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജെൻഡറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഹെൽനോസ് പാട്ടയുടെ ജെൻഡറിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മുടെ ജാസി വന്നിരിക്കുന്നത്. അതായത് ജാസി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽനോസ് പാട്ട ഒരു ലെസ്ബിയനാണ്, അത് പുള്ളിക്കാരിക്ക് ഒരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ടായിരുന്നു. ഇതായിരുന്നു പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പറഞ്ഞത്. അതിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഹെൽനോസ് പാട്ട വന്നിരിക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് ബാക്കി കാണാം. സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഒരു സാധനം അപ്പം ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ടും അല്ലെങ്കിൽ ആളുടെ പ്രൊഫൈലിൽ ഇപ്പം ഞാൻ കേസ് ഫയൽ ചെയ്യുന്ന അതെന്റെ മാന്യതയാണ്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട്. നമ്മൾ എടുത്തു ചാടിയല്ല, ഞാൻ ആളോട് വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ഈ ചെങ്ങായിക്ക് കമന്റ് ബോക്സിൽ എഴുതിയിട്ടു ഇതാണ് കാര്യം എന്നുള്ളത്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്തു. ഈ തന്തയില്ലാത്തവൻ അത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ വീണ്ടും പോയി കമന്റ് ഇട്ടു, എന്തുകൊണ്ട് എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. ഈ നട്ടലില്ലാത്ത കുറേ ഹെൽനോസ് പാട്ട ഇതേപോലെ ജാസി ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ഹെൽനോസ് പാട്ട കമന്റ് ഇട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് പോസ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാനിപ്പോൾ കാണിക്കുന്നതാണ് പോസ്റ്റ്. അതായത് ഇവൾ മുൻപ് ലെസ്ബിയൻ ആയിരുന്നു. അതായത് ഒരു മുസ്ലിം പെൺകുട്ടിയുമായി ഇവൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആദ്യം സ്വന്തമായി ഒന്ന് തിരുത്താൻ നോക്ക്, ഇതാണ് എഴുതിയിരിക്കുന്നത് പുള്ളിക്കാരി. അതായത് ഈ പോസ്റ്റിൽ പുള്ളിക്കാരി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ബോയ്ക്കട്ടൊക്കെ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് നാൾക്ക് മുന്നേ പുള്ളിക്കാരി ടിക്ടോക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ബോയ്ക്കട്ടിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരി ലെസ്ബിയൻ ആയിരുന്നു. ഇപ്പോൾ ലെസ്ബിയൻ അല്ലെന്നാണ് ജാസി പറയുന്നത്. പക്ഷേ ജാസി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജാസി നമ്മുടെ ഫാസ്റ്റിൽ ബൈസെക്ഷലാന്ന് പറഞ്ഞ ടീമാട്ടോ. അതായത് ഒരു അടിസ്ഥാന തെളിവില്ലാണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതുമില്ലാണ്ടാണ് പുള്ളിക്കാരി വെറുപ്പൊരു അലിഗേഷനാണ് വന്നിരിക്കുന്നത്. ബാക്കിയും കൂടെ കാണാം, ഹെലിൻ്റെ ബാക്കിയുള്ള വീഡിയോയും കൂടെ കാണാം. നായ്ക്കള് നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു നായി മറ്റത് എനിക്ക് തോന്നുന്നു അതേ ഗണത്തിൽപ്പെട്ടൊരു നായിയാണ് ഇത് എന്നാണ് എന്റെ വിശ്വാസം. അത് കഴിഞ്ഞ് ഇവൻ ഇട്ട പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൈമിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്നെ ടിക്ടോക്കിൽ കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ടിക്ടോക്കിലുള്ള സമയം ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് എന്റെ മുടി ബോബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വളർത്തി പിന്നെ വീണ്ടും ഞാൻ ബോബ് ചെയ്തു. ഈ ബോയ്ക്കട്ട് അടിച്ചതിന്റെ ബേസിസിലാണ് ജാസി പറഞ്ഞത് പുള്ളിക്കാരി ലെസ്ബിയനാണ് കേട്ടോ. ബാക്കി കാണാം. മുടി ഷോർട്ടാക്കുക എന്നുള്ളതിന്റെ അർത്ഥം, നമ്മൾ മുടി മുറിച്ചു, മുടി ഒന്ന് ഷോർട്ടാക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഈ ചെറ്റനോട് ആരോ പറഞ്ഞു തോന്നുന്നു. പെൺകുട്ടികൾ മുടി മുറിച്ചാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ മുടി മുറിച്ച് ജീൻസും ഷർട്ടും ടീഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ ലെസ്ബിയൻ ആണ് കേട്ടോ. ഇത് ആരെ പറയണേ? ഈ ജാസി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആദ്യമേ ഈ പുള്ളിക്കാരൻ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പറയുന്നത്, അത് ആദ്യം പുള്ളിക്കാരൻ ഒരു മാരേജ് ചെയ്തതാണ്. അതിനുശേഷം ആ പുള്ളിക്കാരിയുടെ ജീവിതം തൊലച്ചതിന് ശേഷമാണ് ഈ പുള്ളിക്കാരൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം, ഒരു അടിസ്ഥാനപരമായ തെളിവും ഇല്ലാണ്ടാണ് ഇപ്പോൾ ഹെലിനെതിരെ ഇതേപോലത്തെ ഒരു ജെൻഡറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. അതായത് ബോയ്ക്കട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും ലെസ്ബിയൻ ആണെങ്കിൽ എന്നാൽ പിന്നെ കുറേ ഇഷ്ടം പോലെ ബോയ്ക്കട്ട് അടിക്കുന്ന നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ ലെസ്ബിയൻ ആവുമോ? ഈ പുള്ളിക്കാരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ചുരുക്കി തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്ന പറയാം. അതുകൊണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഒന്ന് ചൊറിഞ്ഞ, ജാസി ശരിക്കും പറഞ്ഞൊന്ന് ചൊറിഞ്ഞതാണ്. അതെന്തായാലും കളി കാര്യമായിട്ടുണ്ട്. അതായത് ഹെലൻ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ ഡീറ്റെയിൽസിന് ഞാൻ ഇവിടെ ഇട്ടേക്കാം, സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. എന്തായാലും ഹെലൻ കേസ് കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് പേജിന് അഗെയിൻസ്റ്റ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി നല്ല മാന്യമായി പറയുന്നുണ്ടായിരുന്നു. അതായത് കമൻസിൽ ഞാൻ ഇതേപോലെ ഇതിട്ടിട്ടുണ്ടായിരുന്നു, എന്താ നടന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇതേപോലെ ടിക്ടോക്കിൽ 2018 നടന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് നമ്മുടെ ജാസി ചേട്ടൻ ഡിലീറ്റ് ചെയ്തു. രണ്ടാമതും പുള്ളിക്കാരി കമൻറ്റ് ഇട്ടു, വീണ്ടും ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് അത് നമ്മളൊരു പുള്ളിക്കാരി പറയുന്നുണ്ട്, അത് മാന്യമായിട്ട് സംസാരിച്ചു. അതിനുശേഷം പുള്ളിക്കാരൻ റെസ്പോണ്ട് ചെയ്യാത്ത സമയത്താണ് ഈ കേസ് കൊടുത്തത്. അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ബാക്കി കാണാം. ഇനി ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ കാണാം. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കണം. അണ്ടിത്താത്താനെ പറയുന്നതിന് മുന്നേ ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്റെ കഴിഞ്ഞു പോയ കാലം അതായിരുന്നു ഇത്രേ. ഞാൻ ലെസ്ബിയൻ ആയിരുന്നു. ഒരു കുട്ടിയുമായിട്ട് എനിക്ക് അഗാധമായ പ്രണയവും ആയിരുന്നു നോക്കിയാണ് ഈ ചെറ്റ പറയുന്നത്. എന്നിട്ട് ഞാൻ വളരെ നീറ്റായിട്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്താ ജാസി പുറത്തുവിടാത്തെ?
അതായത് ഒരു അലിഗേഷൻ എന്തായാലും ജാസി ഇതേപോലത്തെ ഒരു അലിഗേഷൻ എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് പുറത്തുവിടുക, എന്താ കുട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം പുറത്തു വിടാത്തത്? ജാസി പണ്ടേ ഭയങ്കര ഉടായിപ്പാടി ജാസി എന്ന് പറഞ്ഞ ആള്. നീറ്റായിട്ട് ആ ചെങ്ങൈൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ഇട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് അല്ല, ഞാനിത് പറയുന്നതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ എന്നെ ജാസിനെ ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ കോണ്ടാക്ട് നമ്പർ കിട്ടി, എങ്ങനെ സംസാരിച്ചു എന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. യെസ്, ഈ ജാസി എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് നേരിട്ടുണ്ട്. പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് പുള്ളിക്കാരി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജാസിക്ക് കിട്ടുന്ന സൈബർ ബുള്ളിങ്, അതായത് ഈ പുള്ളിക്കാരൻ തന്നെ വരുത്തി വെക്കുന്ന ഒരു സൈബർ ബുള്ളിങ് തന്നെയാണ്. അതായത് പുള്ളിക്കാരൻ ചൂണ്ടയിട്ട് പിടിക്കും. അതായത് പുള്ളിക്കാരൻ ഇത് വെറുതെ പോയി കിട്ടുന്ന സൈബർ ബുള്ളിങ് അല്ല, പുള്ളിക്കാരൻ തന്നെ ചൂണ്ടയിട്ട് കൊളുത്തും. പുള്ളിക്കാരൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ കൊളുത്തുന്നതാണ് ഇതേപോലെ. അതായത് പുള്ളിക്കാരൻ ഇതേപോലെ റീച്ച് ആവുന്നത്, അതായത് ഇപ്പോൾ ഇതേപോലെ കുറേ പേരെടുത്ത് ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ റീച്ച് കിട്ടുമെന്ന് പുള്ളിക്കാരൻ വ്യക്തമായി അറിയാം. അതുകൊണ്ട് പുള്ളിക്കാരൻ മനഃപൂർവ്വം അതേപോലെ കൊളുത്തുന്നതാണ്. പുള്ളിക്കാരൻ്റെ ഒരു പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കുറെ ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റിനെ താഴ്ത്തി കെട്ടുന്ന, കമ്മ്യൂണിറ്റിനെ ഭയങ്കര മോശമായിട്ട് ഒരാൾ എങ്ങനെയെങ്കിലും വളർന്ന് പോയിക്കോട്ടെ. എന്തിനാണ് ഇത്ര വലിയ ഒരു ഇത് കുശുമ്പ്? എന്തിനാണ്? ആരെങ്കിലും വളർന്നോട്ടെ, ഏതെങ്കിലും കമ്മ്യൂണിറ്റി വളർന്നോട്ടെ, ഏത് കമ്മ്യൂണിറ്റി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? നിങ്ങൾക്കൊക്കെ അത് എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. യെസ്, ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിക്ക് അത് വളരെ എനിക്കും യാതൊരു പേഴ്സണലായിട്ട് ഒരു കുഴപ്പമില്ല. അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നല്ലവരായിട്ട് കുറച്ച് പേരുണ്ട്, അവരുടെയും കൂടെ പേര് കളയുന്ന പരിപാടിയാണ് ഈ ജാസി ചെയ്യുന്നത്. അത് ഈ ജാസി സപ്പോർട്ട് ചെയ്ത് വേറൊരു കൊച്ചുണ്ടായിരുന്നു, ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു. അത് ഈ പുള്ളിക്കാരി ഹെലൻ ഓസ്പാട്ടയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് ജാസി പറയുന്ന കാര്യം, അത് ജാസി തന്നെ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണ്, അത് ഞാൻ ഡൗൺ സർജറി ചെയ്യാൻ പോവുകയാണ്, ഞാൻ സർജറി കഴിഞ്ഞു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നാട്ടുകാർ വന്നിട്ട് ഇതേപോലെ അത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഷെയർ ചെയ്യുന്നത്, ഇത് ഞാൻ അടുത്ത ആഴ്ച അമ്മയാകാൻ പോകുന്നു, ഞാനൊരു കൊച്ചിനെ ദത്തെടുക്കാൻ പോകുന്നു, ഞാൻ ഇതേപോലെ സർജറി കഴിഞ്ഞു, റിനൈൽ ചെയ്ത് കഴിഞ്ഞ് സ്റ്റേജ് കഴിഞ്ഞ് ഇറങ്ങി, ഞാനിപ്പോൾ പൂർണ്ണമായി സ്ത്രീ ആയിരിക്കുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ ആൾക്കാർ തോണ്ടിക്കൊണ്ട് വരും. അതിനനുസരിച്ച് ട്രോള് കിട്ടും. ആ ട്രോളിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ അടുത്തടുത്ത് ആൾക്കാർ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് ആ പുള്ളിക്കാരി എൻജോയ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി എന്നെ വീഡിയോ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണം, എന്നാലും എനിക്ക് റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ കളിച്ച് കളി കാര്യമായിട്ടുണ്ട്. ഹെലൻ എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ പുള്ളിക്കാരിയുടെ അഗെയിൻസ്റ്റ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കളിച്ച് കാര്യം. പിന്നെ നമ്മുടെ ശ്രീലക്ഷ്മി, അതായത് ഈ ജാസിയുടെ എപ്പോഴും കൂടെ അടുത്തിരിക്കുന്ന പുള്ളിക്കാരിയുണ്ട്, മറ്റേ ഓഫ് സർജറിക്കൊക്കെ വന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. സർജറി ടൈമിൽ ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൂടെ ഉണ്ട്. സർജറി ചെയ്യുന്ന അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ ജാസിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഞാൻ. ജാസിയുടെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പും ചെയ്ത് ജാസിയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഉറച്ചു പറയാം ജാസിയുടെ സർജറി കഴിഞ്ഞു എന്ന്. ഇതാണ് കള്ളൻ നമ്പർ 1. അത് ഈ പുള്ളിക്കാരിയും ചേർന്ന്, അതായത് ജാസി ഒരു സൈഡിൽ നിന്ന് പറയുന്നു, അത് ഇവരും കൂടെ ചേർന്ന് പറയുന്നു. അത് ഇവർ കൂട്ടം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീഡിയോസ് അങ്ങോട്ട് ഇറക്കുക. പിന്നെ നാട്ടുകാരെങ്ങനെ ഇതേപോലെ സൈബർ അറ്റാക്ക് കിട്ടാണ്ടിരിക്കും? അതായത് ഇവർ തന്നെ കൊടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ സർജറി ചെയ്ത് കണ്ടു. അതായത് നമ്മൾ റിനൈനെ വിളിച്ചതിൻ്റെ എൻ്റെ നേരത്തെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞാൽ, അതായത് ഓഡിയോയുടെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് റിനയിൽ ഡൗൺ സർജറി എന്ന സാധനമില്ല. ഇവർ ഡൗൺ സർജറി കഴിഞ്ഞു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് ചെയ്യും. അതായത് കൊച്ചിനെ പ്രസവിക്കാൻ പോകും, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഓരോ വീഡിയോ ചെയ്യും. അതിനനുസരിച്ച് ഓരോരുത്തർ പ്രതികരിക്കുമ്പോഴത്തേക്ക് ഇവർ വേറെ വീഡിയോ ഇടും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രൈവറ്റ് അക്കൗണ്ടിലല്ല ഷെയർ ചെയ്യുന്നത്, ഒരു പബ്ലിക് അക്കൗണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൈവറ്റ് അക്കൗണ്ടിൽ വന്നിട്ട് ഇതേപോലെ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഓക്കെ, പറയുന്നതിൽ കാര്യമുണ്ട്. നിങ്ങളുടെ പബ്ലിക് അക്കൗണ്ട്, നിങ്ങളുടെ ഇടുന്ന വീഡിയോസ് അത് പബ്ലിക്കായിട്ട് ഇട്ടിട്ട് അതിൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായം പറയാൻ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കുമില്ല. അതായത് നിങ്ങൾ ഇടുന്നത് പബ്ലിക്കായിട്ട് ഇടുന്നത്. അപ്പോൾ പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും പറയും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോയ്ക്ക് എനിക്ക് പബ്ലിക്കിനോട് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ ഇന്ന ടൈപ്പ് കമൻറ്റ് ഇടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് പലർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും പല ഒപ്പീനിയൻ ഉണ്ടാവും. അവർക്ക് പല രീതിയിലുള്ള കമൻറ്റ്സ് ഇടാൻ തോന്നും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള സാധനം ഫേസ് ചെയ്തിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതേപോലത്തെ വീഡിയോസ് ചെയ്തിടുന്നതെന്ന് ഇവർക്ക് വ്യക്തമായി അറിയാം. അതേപോലെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ റീച്ച് കിട്ടുമെന്ന് ഈ ജാസിക്ക് വ്യക്തമായി അറിയാം. അത് പുള്ളിക്കാരി ഇതായിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇത് നെഗറ്റീവായിട്ട് തന്നെ അങ്ങ് പോകുന്നു, പുള്ളിക്കാരിക്ക് റീച്ചും കിട്ടുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. പുള്ളിക്കാരിക്ക് അതാണ് വേണ്ടത്, പുള്ളിക്കാരിക്ക് റീച്ച് കിട്ടണം. പക്ഷേ ഇപ്പോൾ കളി കാര്യമായി. ഞാനൊരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ജാസി കുട്ടിക്ക് ജന്മം നൽകുന്നു പറഞ്ഞിട്ടുണ്ടോ? അയ്യൻ്റെ മോനെ, നാഴികക്ക് 40 വട്ടം ഞാൻ പ്രസവിക്കാൻ പോവാണ്, ഞാനൊരു അമ്മയാകാൻ പോവാണ്, നിങ്ങളെല്ലാവരും കണ്ടോ, ഞാൻ സമ്മതിക്കാൻ പോവാ, നാളെ പെറും, ഇന്ന് പെറും. എന്തായാലും അതിൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കാണിച്ചുതരാം. ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഇനി അത് കണ്ടില്ലെന്ന് പറയണ്ട. എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല.
നിങ്ങളെല്ലാവരും വിശ്വസിക്കാൻ സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അത് കണ്ടല്ലോ, ബാക്കിയും കൂടെ കാണാം. അങ്ങനെ പറഞ്ഞിട്ടില്ല ജാസി. ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി എങ്ങും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പുള്ളിക്കാരി ജന്മം നൽകാൻ പോകുന്നു, പ്രഗ്നൻ്റ് ആയ പിന്നെ കൊച്ചുങ്ങൾ ജന്മം, എനിക്ക് ഇതെന്ത് ലോജിക്കാണ് പുള്ളിക്കാരി പറയുന്നത്? അതായത് പ്രഗ്നൻ്റ്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പ്രസവിക്കും. ഇത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് പുള്ളിക്കാരി തന്നെ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരി പറയാം അതിന് പ്രസവിക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന്. ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്കൊക്കെ വ്യക്തമായി ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അത് ജാസി എന്ന് ചോദിച്ച് അത് വ്യക്തമായി എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവും. അതായത് പുള്ളിക്കാരി വെക്കുന്ന തലവണയാണ് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ലോകത്ത് ഇന്നേ വരെ ഒരു ട്രാൻസ്ജെൻഡറും പുള്ളിക്കാരി ഡൗൺ സർജറി കഴിഞ്ഞാൽ തന്നെ ഒരു ട്രാൻസ്ജെൻഡറും ഗർഭിണി ആയിട്ടില്ല. അതായത് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് മെൻ ടു ഫീമെയിൽ കാറ്റഗറിയിൽ വന്ന ആൾക്കാർ ഇന്നേ വരെ പ്രസവിച്ചിട്ടില്ല. അവർക്ക് യൂട്രസും കാര്യങ്ങളൊന്നുമില്ല. അതേസമയത്ത് ഫീമെയിൽ ടു മെൻ ട്രാൻസിഷൻ നടത്തിയവരാണ് ഇതേപോലെ ട്രാൻസ് മെന്നായിട്ട് കൺവേർട്ട് ആയിട്ടുള്ളവർ ഇതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ കഴിഞ്ഞ വട്ടം സൂയിസൈഡ് ചെയ്തൊരു ചെറുക്കനുണ്ട്, മറ്റേ പുള്ളിക്ക് ഇതേപോലെ കൺവേർട്ട് ആയത്, ഫീമെയിൽ ടു മെൻ കൺവേർട്ട് ആയൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ മറ്റേ അതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഫീമെയിൽ ആയിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരന് അത് പ്രസവിക്കാൻ പറ്റിയത്. അതായത് ജാസി ശരിക്കും പ്യുവർ മെന്നാണ്. മെന്നിൽ നിന്ന് ഫീമെയിൽ ട്രാൻസിഷൻ ഇത് ഡൗൺ സർജറി ചെയ്താൽ പോലും പുള്ളിക്കാരന് പ്രസവിക്കാൻ പറ്റത്തില്ല. അത് ഏത് ബുദ്ധിയും ബോധം ഉള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ഇതേപോലെ ഓരോരോ കോക്രിയും കാണിച്ചിട്ട് പിന്നെ അഡോപ്ഷൻ്റെ കാര്യം, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒരു കൊച്ചിനെ കളയാൻ എളുപ്പമാണ്. അതായത് ഒരു ദത്തെടുക്കാൻ ഏറ്റവും വലിയ പണി. അതായത് ഈ സാധാരണ ആൾക്കാർക്കൊന്നും അങ്ങനെ കൊച്ചുങ്ങളെ ദത്തെടുത്താൽ അങ്ങനെ ഇത് കൊടുക്കത്തില്ല. ഒന്നാമത് നല്ല അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലുള്ളതായിരിക്കണം. ആ കൊച്ചിന് പട്ടിണി ഇടാൻ പാടില്ല. അങ്ങനെ കുറേ ഇത്രയും പെർസെൻറ്റേജ് ഓഫ് നിങ്ങളുടെ വെൽത്ത് ഇങ്ങനെ കൊച്ചിന് കൊടുക്കുക. അങ്ങനെ ഇന്ത്യയിൽ കുറേ റൂളുണ്ട് ഒരു അഡോപ്ഷൻ എടുക്കുന്നതിന് മുന്നേ. പിന്നെ ഫാദറും മദറും ഇതേപോലെ കൊച്ചുങ്ങൾക്ക് വേറെ ഇതേപോലെ ബേബീസിനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലത്തെ ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നാലും ഇവർക്ക് ഫ്യൂച്ചറിൽ കിഡ്സ് വരില്ല എന്നൊരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അങ്ങനത്തെ കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണം. എന്നാൽ മാത്രമേ ഒരു അഡോപ്ഷന് പോലും പറ്റത്തുള്ളൂ. പ്യുവർ ട്രാൻസ്ജെൻഡർ അതായത് ഇവരുടെ ജാസിയുടെ ഡൗൺ സർജറി കഴിഞ്ഞ് പ്യുവർ ട്രാൻസ്ജെൻഡർ ആയ അതേപോലെ കുറേ നൂലാമളകൾ കഴിഞ്ഞാൽ മാത്രമേ ഒരു കൊച്ചിനെ പോലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ജാസി ഫസ്റ്റ് മാരേജ് ചെയ്ത സമയത്ത് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ജാസി ഫസ്റ്റ് മാരേജ് ചെയ്തു. അപ്പോൾ ഈ ജാസി ഇത് അറിയാണ്ട് പിന്നെ ആ പെങ്കൊച്ചിൻ്റെ ഫസ്റ്റ് മാരേജ് ചെയ്ത ആ പെങ്കൊച്ചിൻ്റെ ജീവിതം കളഞ്ഞപ്പോൾ ജാസിക്ക് കുഴപ്പമൊന്നുമില്ലേ? അതായത് ഫസ്റ്റ് മാരേജ് ജാസി സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞു മാരേജ് ചെയ്തു, ആ കൊച്ചിൻ്റെ ജീവിതം കളഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് മാറി. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. ആ പെങ്കൊച്ചിൻ്റെ ജീവിതം കളഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. ബാക്കിയും കൂടെ കാണാം. പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ ജാസി നാളെ ഒരു കുഞ്ഞിനെ എവിടെന്നേലും എടുത്തു വളർത്താനായിരിക്കും. അങ്ങനെ പല തീരുമാനങ്ങൾ കാണും ജാസിക്ക്. ജാസി നാളെ എവിടുന്നെങ്കിലും കുഞ്ഞിനെ, ഞാൻ ഇത് നേരത്തെ പറഞ്ഞ തന്നെ, ഇതെന്ത് പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ അല്ലോ കൊച്ചിനെ എടുത്ത് വളർത്താനായിട്ട്? ഇതങ്ങനെ ഒന്നാമത്തെ കാര്യം അങ്ങനെ നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം വേറൊരു ഇതും കൂടെ ഉണ്ട്, അതുകൊണ്ടൊന്ന് കണ്ടേക്കാം. ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും ഇതിനെതിരെ ഹെൽനോസ് പാട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരി വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. അതായത് ഇതിനെതിരെ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്, അതായത് പുള്ളിക്കാരൻ ഒരു മെയിലാണ്, പ്രോപ്പർ മെയിൽ. ജാസി എന്ന് പറഞ്ഞ ഒരാൾ മെയിലാണ്. ഒരു ഫീമെയിലിനോട് ഇതേപോലെ സർജറി ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത സർജറി നിങ്ങളെ കാണിച്ചോട്ടെ, അതായത് ഫീമെയിലിനോട് ചോദിക്കുന്ന സമയത്ത് അവർ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് വേണം. അത് എനിക്കിപ്പോൾ നമുക്ക് കൂട്ടത്തിൽ നമുക്ക് ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും പെണ്ണുങ്ങളും ഉണ്ടാവും. നിങ്ങളൊരു സാധനം ഒരു പെൺകുച്ചിനോട് കാണിക്കുന്നതിന് മുന്നേ നിങ്ങൾ കംഫർട്ടബിൾ, എന്നെ ഇതേപോലെ ഇത് കിട്ടുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് കാണിച്ചോട്ടെ, പ്രൂഫായിട്ട് ഇത് കാണിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കാണിക്കാൻ പിന്നെ അർത്ഥമുണ്ട്. ആ കൊച്ച് വെളിയിലിരിക്കുന്ന സമയത്ത്, ഹെൽനോസ് പാട്ട വെളിയിലിരിക്കുന്ന സമയത്ത്, ഫാമിലിയായിട്ട് പുറത്ത് പോയിരിക്കുന്ന സമയത്ത് ഇവൻ അപ്രത്യക്ഷം അങ്ങോട്ട് വിളിച്ച് ജാസി അങ്ങോട്ട് വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് പെട്ടെന്ന് കാണിച്ചു. ഹെൽനോസ് പാട്ട പെട്ടെന്ന് അടച്ചു വെക്കുകയും ചെയ്തു. അതിനുള്ള പ്രതികരണമാണ് ഹെൽനോസ് പാട്ട കൊടുത്തത്. അന്ന് നല്ല തെറിവിളി, അത് ഭയങ്കര വൈറലായിരുന്നു. ആ തെറിവിളിയായിരുന്നു മറ്റേതിൻ്റെ ബേസിസിൽ. അപ്പോൾ അതിന് ഇതിൽ കുറ്റം പറയാൻ ഹെൽനോസ് പാട്ടിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് ഹെലിൻ്റെ അടുത്ത് സൈഡിൽ തന്നെയാണ്. അതായത് ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്ത് തോന്നിയ ഫ്രണ്ട്സാന്ന് വെച്ചിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? അതാണ് ഞാൻ പറഞ്ഞത്. എവിടെയോ കിടക്കുകയായിരുന്നു, പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക്ക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജാസിയുടെ എല്ലാ കണ്ടന്റും ഇത് തന്നെയല്ലേ. അതായത് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ വിളിച്ച് ഇപ്പോൾ തലവണയുമായിട്ട്
ഒരു 10-20 റീലിൽ ജാസി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ സൈഡിൽ കാണിക്കും, കുറേ റീലിൽ ജാസി ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എന്തുമാത്രം റീലാണ് ജാസി ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എത്ര ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്കറിയോ. ഞാൻ ഗർഭിണിയാണ്, സത്യം, ഗോഡ് പ്രോമിസ് ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഗോഡ് പ്രോമിസ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പുള്ളിക്കാരിക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ, ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരിക്ക് ചെയ്ത സർജറി പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർമാരെ ഡിസ്ചാർജ് സർമറിയിൽ നമ്മളിപ്പോൾ ചെയ്ത സർജറീസ് എന്തൊക്കെയാണെന്ന് വ്യക്തമായി എഴുതും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോ അങ്ങനെ ഇഷ്ടം പോലെ കാര്യം നമ്മൾ ചെയ്ത സാധനത്തിൻ്റെ ബില്ലോ കാര്യങ്ങളോ, നിങ്ങൾ ചെയ്ത ഓപ്പറേഷൻ എന്തായാലും നിങ്ങൾ ബില്ല് അടയ്ക്കുമല്ലോ, ആ ബില്ല് അടച്ചതിൻ്റെ ഈ സാധനവും കാര്യങ്ങളും കാണിച്ചാൽ അതിനകത്ത് എന്തൊക്കെയാണ് ബില്ല് അടയ്ക്കുന്ന സമയത്ത് ഡീറ്റെയിൽ എഴുതി ഇന്ന ഓപ്പറേഷന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നത്. സിമ്പിളായിട്ട് കാണിച്ചാൽ വേറെ കൂടുതലായിട്ടുള്ള ഡോക്ടറിൻ്റെ ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. അത് പുള്ളിക്കാരിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂവിൽ, ജാസിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഫഹദ് ഫാസിൽ ബൈസെക്ഷലാണെന്ന് പറഞ്ഞൊരു ടീമാണ് ജാസി. അത് ആ ഇൻ്റർവ്യൂ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയുന്നത്, ഫഹദ് ഫാസിൽ ബൈസെക്ഷലാണ്. അത് പുള്ളിക്കാരി പറഞ്ഞ ഇതാട്ടോ, ഫഹദ് ഫാസിൽ ബൈസെക്ഷലാണ്, എനിക്കറിയാം, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അത് ഇതേപോലെ ഓരോരുത്തവരുടെ ക്യാരക്ടർ അങ്ങ് അസൈസിൻ ഒരു പ്രോപ്പർ ഒരു ജെൻഡർ ഇതങ്ങ് ഡിസ്ക്രിമിനേഷൻ ചെയ്യുക ഈ പുള്ളിക്കാരി. ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ഇതില്ലാണ്ട രീതിയിൽ ചുമ്മാ ഓരോ കാര്യങ്ങൾ ഇതേപോലെ റീച്ചിനും ഇതിനും വേണ്ടിയിട്ട് ഇതേപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരും. എന്നിട്ട് നാട്ടുകാരെടുത്ത് സൈബർ അറ്റാക്ക് ചെയ്യും. പിന്നെ പറയും എന്തിനാണ് ഞങ്ങളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുന്നത്. ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ പറയുന്നുണ്ട്, ജാസി ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി ആയിട്ട് പറയുന്നത് തന്നെ, ജാസിയുടെ കമ്മ്യൂണിറ്റി തന്നെ ഉള്ളവർ എത്ര പേരാണെന്നറിയോ തെറി വിളിക്കുന്നത് ജാസിനെ. അത് ഇവനെ ഞങ്ങൾ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയായിട്ട് ഇത് കൂട്ടിയിട്ടില്ല എന്നാണ് കുറേ പേര് പറയുന്നത്. കുറേ പേരുടെ വീഡിയോസും ഉണ്ട് അതേപോലെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ജാസിയുടെ കുഴി തന്നെ തോണ്ടിയിട്ട്, അതായത് വൈറലാകാൻ വേണ്ടിയിട്ട് ജാസിയുടെ കുഴി തന്നെ തോണ്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ കളി കാര്യമായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.